പട്ടാഴിയിൽ ആദിമകാലങ്ങളിൽ ക്രിസ്തീയ കുടുംബങ്ങൾ കുറവായിരുന്നു. നാമമാത്രമായിട്ട് അങ്കുലി പരിമിതമായിട്ടുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആളുകൾ ഇവിടെ ഈ പട്ടാഴി പ്രദേശം ദേവസ്വം ഭൂമിയായിരുന്നു. അവിടെ പള്ളികളോ ക്രിസ്ത്യാനികൾക്കുള്ള ആരാധനാലയങ്ങളോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ കുടിയേറി പാർത്തവരായ ഞങ്ങൾ ക്രിസ്ത്യാനികൾ കടമ്പനാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും പട്ടാഴിയിൽ വന്ന് കുടിയേറി പാർത്ത അംഗങ്ങളായിരുന്നു. മിക്കവാറും ഗ്രാമീണരും കർഷകരുമായിരുന്നു. അവരുടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കാർഷികമാണ്. അങ്ങനെ അവർ വസിക്കുമ്പോൾ പള്ളി സൗകര്യങ്ങൾ ആരാധനാലയങ്ങളും ഇല്ല എന്ന് കണ്ടുകൊണ്ട് അവരിങ്ങനെ അന്വേഷിച്ചപ്പോൾ കൊട്ടാരക്കര, കിഴക്കത്തെരുവ് ഈ ഭാഗങ്ങളിലൊക്കെ പള്ളികളുണ്ടെന്ന് കേട്ടു. പക്ഷേ വളരെ ദൂരമായതുകൊണ്ട് അവിടെ ചെന്ന് പറ്റാൻ ബുദ്ധിമുട്ട്, വാഹന സൗകര്യമില്ല, വഴി സൗകര്യമില്ല, അങ്ങനെ കിടക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏനാത്ത്, നമ്മുടെ അടുത്ത പ്രദേശമായ ഏനാത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ കാവനാൽ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഓർത്തഡോക്സ് സഭയിലെ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഓർത്തഡോക്സുകാരും മാർത്തോമാക്കാരും കൂടെ ചേർന്ന് ഒരു പള്ളിയിൽ തന്നെ ആരാധനകൾ നടക്കുന്ന ഒരു രീതിയായിരുന്നു. ഓർത്തഡോക്സുകാർക്ക് 2 ആഴ്ചയും മാർത്തോമാക്കാർക്ക് 2 ആഴ്ചയും, അങ്ങനെ ഓൾട്ടർനേറ്റായിട്ട് ആരാധന നടത്തി വന്നു. അതിനകത്ത് പോകണമെങ്കിൽ അന്ന് ആറ്റുകടവ് പാലമൊന്നും ഇല്ലല്ലോ. ആറ്റുകടവും കിടന്ന പെണ്ണുങ്ങൾക്കൊന്നും പോകാൻ വളരെ പാടാണ്. അത് തന്നെയല്ല, കടവിൽ കൂടെ പോകാൻ അവിടെ വള്ളം മുങ്ങി കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്തില്ലയോ ആറാട്ടുഴ. ആദ്യാപീസിൽ നിന്ന് വന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ കയറി ഒരു വള്ളം മുങ്ങി അവിടെ കുറച്ച് പേര് മരിച്ചു, 10-15 പേര് മരിച്ചായിരുന്നു. അതിനുശേഷമൊക്കെ പാനൊക്കെ പാടല്ലയോ. അതുകൊണ്ട് പിന്നെ ആളുകൾ അന്ന് ഇന്നത്തെ പോലെ ഉള്ള വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, നടന്ന് വേണ്ടായ പാനം. അങ്ങനെ നടക്കുമ്പോൾ ഈ പട്ടാഴിയുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ 16 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട്. ആ 16 ചതുരശ്ര മൈൽ അകത്തുനിന്നും പുറത്തുനിന്നും ആളുകൾ ഇവിടെ വന്ന് പോകാൻ ബുദ്ധിമുട്ട്. 10 കിലോമീറ്ററോളം അകലമുണ്ട്. ഏതാണ്ട് പത്തനാപുരത്തിൻ്റെ ബൗണ്ടറി വരെ പട്ടാഴിയുടെ അതിർത്തിയാണ്. അങ്ങനെ അവിടെ നിന്നുള്ള ആളുകൾക്ക് ഏനാത്ത് പോകുന്നത് ബുദ്ധിമുട്ടായെന്ന് വന്നപ്പോൾ പട്ടാഴിയിലെ ആരാധനാലയം ഒക്കത്തില്ലെന്ന് ദേവസ്വം ബോർഡിൻ്റെ നിഷ്കർഷമായ രീതി കിടക്കുന്നൊന്ന് അറിയുന്നു. എങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അത് ആരാധനാലയം ഇല്ല. ഞങ്ങൾ അപ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന ആളുകൾ, പിതാക്കന്മാർ, അന്തമൺ എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടാഴിയുടെ ബൗണ്ടറി അവിടെ 2-3 ഹിന്ദു ആളുകൾ ദാനമായിട്ട് 65 സെൻറ്റ് സ്ഥലം നമുക്ക് തന്നു. അവിടെ മുളങ്കൂട് കൊണ്ട് ഓലമേഞ്ഞ ഒരു ഷെഡുണ്ടാക്കി മണ്ണിക്കരോട്ട് ലൂക്കോസ് കത്തനാർ അവിടുത്തെ വികാരിയായിട്ട് അന്നത്തെ കൊല്ലം ഭദ്രാസനാധിപൻ നിയമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ തുണ്ടിത്താഴയിൽ അച്ഛൻ പട്ടം കിട്ടിയപ്പോൾ അദ്ദേഹത്തിനെ അന്തമൺ പള്ളിയുടെ വികാരിയായിട്ടും എടുത്തു. ചെമ്പകശ്ശേരി ഭാഗവും മരുതമൺ ഭാഗത്തും താഴത്ത് വടക്കും എല്ലാം കൂടെയുള്ള ഭാഗങ്ങളുടെ അംഗങ്ങളെ ചേർത്തുകൊണ്ട് അന്തമൺ പള്ളിയിൽ ആരാധന നടന്നു. അതോടൊപ്പം തന്നെ ശവമടക്കെന്ന് പറയുന്നത് അന്തമണായിരുന്നു. ഇവിടെ ശവമടക്കിയിട്ടില്ല ആ കാലയളവിൽ. അതൊക്കെ ഇവിടെ ശവമടക്കാനൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് അന്തം പള്ളിയിലേക്ക് ശവങ്ങളെ കൊണ്ടുവന്നതിന് തൊണ്ടിക്ക മല എന്ന് പറയുന്ന വടക്കേക്കര ഒരു വലിയ മലയാണ്. അവിടെ നിന്നാണ്ട് 5-6 കിലോമീറ്റർ ഉണ്ട് അന്തോണി വരാൻ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ എടുത്ത് ഈ മലകളെല്ലാം താണ്ടി, ഇടുക്ക് വഴികളെല്ലാം താണ്ടി അന്തവും പള്ളിയിൽ കൊണ്ടുപോയാണ് നടക്കുന്നത്. അത് അന്ന് പിന്നെ നാട്ടുകാർ പാവങ്ങളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് സഹായം അവർ വന്ന് സഹകരിച്ച് വന്ന് കുഴിയും വെട്ടി അടക്കി. എൻ്റെ പേരപ്പനെ മത്തായി യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി മരിച്ചവരെ കൊണ്ടുപോയത് വളരെയേറെ കഷ്ടപ്പെട്ടു. അവിടെ ചെന്നു അച്ഛന്മാരൊക്കെ അവിടെ ചെന്നപ്പോഴത്തേനും മറിഞ്ഞുപോയി. നടന്ന് ആ മല കയറി. 1927 തുണ്ടിൽ എബ്രഹാം കശിശയ്ക്ക് പട്ടം കിട്ടുകയും അതിനുശേഷം പട്ടാഴി സെൻറ് തോമസ് ചാപ്പലായി പ്രഖ്യാപിക്കുകയും ആരാധനകൾ എൻ്റെ പിതാവ് തന്നെ മരണം വരെയും ആ ദേവാലയത്തിൽ ആരാധനകൾ നടത്തിപ്പോരുന്നതാകുന്നു. എബ്രഹാം കശിശ പട്ടാഴി സെൻറ് തോമസ് ചാപ്പലിൽ
ഓരോ ഇടവകാംഗങ്ങൾക്കും ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും അക്കാലത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സേവനം ചെയ്ത ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് കാര്യങ്ങൾ നാടിനു വേണ്ടിയും പട്ടാഴി സെൻറ് തോമസ് ഓർത്തഡോക്സ് ചാപ്പലിന് വേണ്ടിയും ദേശക്കാർക്ക് വേണ്ടിയും അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ 3 വർഷമൊന്നും പീരീഡില്ല, ട്രാൻസ്ഫറൊന്നുമില്ല. ഇടവേ വന്നു കഴിഞ്ഞാൽ അയാളുടെ ആയുഷ്കാലമാണ്. അന്നത്തെ രീതി അതായിരുന്നു. ഇപ്പോഴാ 3 ഇയേഴ്സിൻ്റെ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫർ. ഇപ്പോൾ അന്ന് ട്രാൻസ്ഫർ ഇല്ല. അങ്ങനെ 75 വരെ തുണ്ടിത്താഴിയിലച്ഛൻ വികാരിയായിട്ട് ഈ പരിസരങ്ങളിലുള്ള ഓർത്തഡോക്സ് സഭകളിലെല്ലാം വികാരിയായിരുന്നു. എന്നും ഒന്നും കുർബാനയ്ക്ക് എല്ലാ ഞായറാഴ്ചയൊന്നും കിട്ടിയെന്ന് വരികയില്ല. സൗകര്യമുള്ള ദിവസങ്ങളിലും 5 ഞായറാഴ്ച ഉള്ളപ്പോഴും ഒക്കെ ഉള്ള അന്നത്തെ കുർബാനകൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നടന്നു. 57 രാജോൽ നായർ എം എൽ എ ആയിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി വന്നു. ചെറിയ ഈ വിവരങ്ങളൊക്കെ അറിയാമല്ലോ. പട്ടാഴിയുടെ സ്ഥിതി മോശമായി വരുന്ന സമയത്താണ്. അന്ന് അവരുടെയൊക്കെ മൗനാനുവാദത്തോടു കൂടിയ ഈ ചാപ്പലിൽ കൊണ്ടുവന്ന് പൊത്തോംകുടിയിലെ ഒരു സ്ത്രീയെ കൊണ്ടടക്കി. അതിന് ഞങ്ങൾ 40 ദിവസം കാവൽ കിടന്നു. മിറ്റത്ത് കൊണ്ടടക്കി മൊത്തം കിളച്ച് നിരപ്പാക്കി. അടക്കിയതിന് ശേഷം നടക്കാക്കി 40 ദിവസം കാവലും കിടന്നു. അതിനകത്ത് ഇളക്കിയതൊന്നുമില്ല. അറിയാതിരിക്കാൻ വേണ്ടി നിരപ്പാക്കി മിറ്റത്ത് അടക്കിയത്. ആ വടക്കേ അരുവൽ, ചാപ്പലിപ്പള്ളിയുടെ വടക്കേ അരുവിൽ അടക്കിയിട്ട് മൊത്തം കിളച്ച് നിരത്തി, കിളച്ച് ഒരു ലെവലാക്കി. അത് പിന്നെ ആരും എടുത്തതൊന്നുമില്ല. പിന്നെ തുടർച്ചയായിട്ട് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി സ്വാധീനം ഉണ്ടായിരുന്നു. ഒന്ന് അവർക്ക് അതിനകത്ത് അനുകൂലമായിരുന്നു. അതിന് ശേഷമാണ് പട്ടാഴി ബില്ല് വരുന്നത്. KR ഗൗരിയമ്മയുടെ റവന്യൂ മന്ത്രി ആയിരുന്നുകൊണ്ട് ഇവിടെ പട്ടാഴി ബില്ല്, ദേവസ്വം ബില്ല് പാസ്സാക്കിയതിന് ശേഷമാണ് ഇവിടെ ശവോടൊക്കെ തുടങ്ങുന്നത്. നമ്മുടെ പിന്നെ ചാപ്പലിപ്പള്ളി ശവോടൊക്കെ തുടങ്ങുന്നത്. അന്ന് വളരെ എല്ലാവർക്കും വളരെ ക്ഷാമമുള്ള കാലമാണ്. ആ കാലങ്ങളൊക്കെ വളരെ ക്ഷാമമുള്ള കാലമാണ്. ചാപ്പലിപ്പള്ളി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ക്ഷാമമുള്ള സമയമല്ലയോ. ജനങ്ങൾക്കൊന്നും വലിയ പൈസ എന്നുള്ള കാലമല്ല. എന്നാൽ ആ വസ്തു മേടിക്കുമ്പോൾ തന്നെ 4500 രൂപയ്ക്ക് ആ 45 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നു. അന്നൊക്കെ വളരെ അതിന് അന്ന് പള്ളി ഫണ്ട് തന്നെ അന്ന് വളരെ കുറവാണ്. പിന്നെ അന്ന് ചെറിയ വരികളൊക്കെ ഇട്ടൊക്കെയാണ്, ചെറിയ വരികളൊക്കെ, ചെറിയ വരുമാനവും പള്ളി. പുതിയ പള്ളി 70 പിന്നെ തുടങ്ങുന്നതിൻ്റെ പണി തുടക്കമിടുന്നത്. ഈ പള്ളി പ്രമാണം എഴുതി വാങ്ങിച്ച ഉടൻ തന്നെ അതിൻ്റെ പണിയും തുടങ്ങി. ചെറിയ വരികളൊക്കെ ഇട്ട് ആളുകളുടെ ശ്രമദാനത്തിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ബേസ്മെൻറ്റ് കുഴി വാനമൊക്കെ തോണ്ടിയതും എല്ലാം ശ്രമദാനത്തിലാണ് നടത്തിയിരുന്നത്. നാട്ടുകാർ നല്ല സഹകരണമായിരുന്നു. അന്ന് ഇടവക്കാരെല്ലാം നല്ല സഹകരണത്തിലും എല്ലാവരും ആ പള്ളി വേണമെന്നൊരു താല്പര്യം, റോഡ് സൈഡിലൂടെ ആയതുകൊണ്ട് നല്ല പള്ളി വേണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 1970 അതിൻ്റെ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് തീർന്നപ്പോൾ, മണ്ണിട്ട് വൃത്തിയാക്കിയപ്പോൾ പട്ടാഴി ഓർത്തഡോക്സ് കൺവെൻഷൻ എന്ന് പറഞ്ഞ് ഒരു സംഗതി സ്റ്റാർട്ട് ചെയ്തു. പട്ടാഴിയിലുള്ള ഓർത്തഡോക്സ് ഇടവകക്കാരെല്ലാം കൂടെ ചേർന്ന് സഹകരണത്തിൽ പട്ടാഴിയിൽ സെൻറ് തോമസ് ഈ പുതിയ പള്ളിയുടെ ഗ്രൗണ്ടിൽ ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ ഒരു കൺവെൻഷൻ 5 ദിവസത്തെ നടത്തി. ആ കാലയളവിൽ 1970 ഈ പട്ടാഴിയിലെ ഓർത്തഡോക്സ് കൺവെൻഷൻ തുടങ്ങുന്നത്. അത് ഇപ്പോഴും തുടർന്നിരിക്കുന്നുണ്ട്. 46-47 വർഷമായി. പട്ടാഴി പ്രദേശം ഇപ്പോൾ ഒരു നല്ല മതമൈത്രിയുടെ പ്രദേശമാണ്. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളെല്ലാം ഇടകലർന്ന് ജീവിക്കുകയും ഹൈന്ദവ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളൊക്കെ അടുത്തടുത്തും വളരെ സൗഹാർദ്ദത്തോടും ആരാധന അർപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് പട്ടാഴി ഇന്ന് ഉയർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയത്തിലൊന്നാണ് പട്ടാഴി ആറാട്ടുപുഴ പള്ളി, സെൻറ് തോമസ് പള്ളി. അതിൻ്റെ ആദ്യ ദേവാലയമാണ് ഇപ്പോൾ പുതുക്കി പണിയുന്ന പട്ടാഴി സെൻറ് തോമസ് ചാപ്പൽ. അന്തമൺ പള്ളിയിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ ആരാധനയ്ക്കുള്ള ക്രമീകരണം ചെയ്തതാണ് ഈ ചാപ്പലെന്നാണ് വിശ്വസിക്കുന്നു. 1938 അത് സ്ഥാപിച്ചു. തുണ്ടിത്താഴിലച്ഛന് അവിടെ വൈദികനായി സേവനം അനുഷ്ഠിച്ചു. ക്രൈസ്തവരുടെ ശവസംസ്കാര ശുശ്രൂഷ അവിടെ നടത്തി. എന്നാൽ അന്നത്തെ കാലത്തെ ശോച്യാവസ്ഥയിൽ ചെറിയൊരു അളവിൽ മാത്രമാണ് ദേവാലയം പണിതു വന്നത്. ഓല കൊണ്ടും പിന്നീട് അത് ഓടിട്ടും
ഒക്കെ ആയിട്ട് ചെറിയൊരു ദേവാലയമായിട്ട് പണിതു. സൗകര്യാർത്ഥമാണ് പട്ടാഴി ആറാട്ടുപുഴ ജംഗ്ഷനിൽ സ്ഥലം കിട്ടിയപ്പോൾ ആ പള്ളി ഇങ്ങോട്ട് മാറ്റുകയും അതിനുശേഷം ആ ജീർണാവസ്ഥയിലായിരുന്ന ദേവാലയത്തിൽ എല്ലാ വർഷവും ജൂലൈ 3 മാർത്തോമാസ്ലിഹായുടെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു വന്നത്. കഴിഞ്ഞ വർഷമാണ് ഈ ദേവാലയം ഒന്ന് പുതുക്കിപ്പണിതേണ്ട ആവശ്യകത. കാരണം പട്ടാഴി പഞ്ചായത്തിനുള്ളിലെ ആദ്യത്തെ ദേവാലയം എന്ന നിലയിലും ധാരാളം പിതാക്കന്മാർ കുർബാന അർപ്പിച്ച ഒരു ദേവാലയം എന്ന നിലയിൽ അത് നഷ്ടപ്പെടുത്താതെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഇടവക നേതൃത്വമെടുത്തു. വളരെ അത്ഭുതകരമായിട്ട് ആ ദേവാലയത്തിൻ്റെ പണികൾ ഒക്ടോബർ മാസം 4-ാം തീയതി കല്ലിട്ട് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. അവിടെ നടക്കുന്ന ഓരോ പണികളും ഒരു പ്രത്യേക ദൈവ നിയോഗം എന്ന് വേണം കാണാൻ. അവിടെ നടന്ന എല്ലാ പണികളും നിയോഗം എന്നവണ്ണം പെട്ടെന്ന് പണികൾ തീരുന്നു. അത്ഭുതകരമായിട്ട് ആളുകൾ അതിൽ വന്ന് സംബന്ധിക്കുകയും സഹായിക്കുകയും ചെയ്യും. ചാപ്പലിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഞാനും അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ധാരാളം വിശ്വാസികൾ, ധാരാളം ആളുകൾ വന്നവിടെ പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് അതിൻ്റെ എതിർവശത്തുള്ള കുരിശടിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരും ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വളരെ ഹൃദ്യമായ ഒരു രംഗം എനിക്ക് കാണാനിടയായിട്ടുണ്ട്. ചാപ്പലിൻ്റെ അവിടെയും ആ കുരിശടിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, കുടുംബമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന അനേകം ഹൈന്ദവ സഹോദരങ്ങൾ കാണുന്നുണ്ട്. കുടുംബമായിട്ട് അവർ വരും. അവിടെ ആ എണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് ആ കുരിശിന് ചുറ്റും വലം വെച്ച് അങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവം ധാരാളം പേരിൽ ഞാൻ കണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെയാണ്. എല്ലാവരും ഒരുപോലെ ഇതിനെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ദൈവിക അനുഭവമാണ്. അതിന് ഇപ്പോഴാ പുതിയ പള്ളിക്ക് ആവശ്യമായ മുഴുവൻ തടി തന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന്. വളരെ നോമിനലായിട്ടുള്ള ഒരു വില മാത്രമേ അതിന് കൊടുത്തുള്ളൂ. അതിനാവശ്യത്തിന് തടി ആ മരത്തിൽ നിന്ന് കിട്ടിയുണ്ടായി. അങ്ങനെ അത്ഭുതകരമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചാപ്പലി പള്ളി വലിയൊരു അനുഗ്രഹമുള്ള പള്ളിയാണ്, അതിനെനിക്ക് സംശയമില്ല. ഞാൻ അതിനൊക്കെ ദൃക്സാക്ഷിയാണ്. അവിടെ ഞാൻ 10-15 കൊല്ലം സെക്രട്ടറി ആയിട്ടിരുന്നു. എന്ത് കടം ആണ്ടുതോറും എത്ര കടം വന്നാലും എത്ര രൂപ കടം മേടിച്ച് നമ്മൾ ആ പള്ളിയുടെക്ക് വേണ്ടി ചിലവഴിച്ചാലും അതാത് വർഷം അതിൻ്റെ ഏർപ്പാട് തീർന്നിരിക്കും. അത്ര ആളുകൾക്ക് വിശ്വാസവും അങ്ങനെ ഒരു അനുഗ്രഹം ആ പള്ളിക്കുണ്ട്. എന്തോ അതിപ്പോഴും നമ്മുടെ പുതിയ പള്ളിയിലും അതിൻ്റെ ഉണ്ട്. എന്തോ ഒരു കടം വന്നാലും അത് തീർക്കുന്നതിന് യാതൊരു പ്രയാസവും വരികയില്ല. എത്ര കടമെടുത്ത് എന്തൊരു കാര്യം സാധിച്ചാലും അത് നടന്നിരിക്കും, അത് തീർന്നുമിരിക്കും. അത്ര ശക്തിയാണ്, അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥത എനിക്ക് കൂടുതൽ വ്യക്തമായത് ഈ പള്ളിയിൽ വന്ന ശേഷം. എനിക്ക് അത്രയും ഒരു മാർത്തോമാ ശ്ലീഹയെക്കുറിച്ചൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളും ഇതിന് ചുറ്റുപാടുകളും ഈ ദേവാലയത്തിൽ നടക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ ഈ മാർത്തോമാ ശ്ലീഹായെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഒരു ആത്മീയമായ ഒരു അടുപ്പം, അദ്ദേഹത്തിൻ്റെ ഒരു മധ്യസ്ഥത എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞത് ഈ പള്ളിയിലും അതുപോലെ ഈ ചാപ്പൽ നിർമ്മാണ പ്രവർത്തനങ്ങളോട് ചേർന്നുമാണ്. അതൊരു വലിയൊരു അനുഭവമായിട്ട് ഞാൻ എല്ലായിടത്തും, അത് എൻ്റെ വീട്ടിലും ഞാൻ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട്, മാർത്തോമാ ശ്ലീഹായുടെ ഒരു വലിയ അനുഗ്രഹം ഈ ചാപ്പലിലും ഈ പള്ളിയിലും ഉണ്ട് എന്നുള്ളത്. അത് അനേകർ അനുഭവിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തിൽ തികയുന്നതിന് മുമ്പ് ഈ പള്ളി പണി തീർത്ത് കൂദാശ ചെയ്യാൻ, മനോഹരമായ ഒരു പള്ളി കൂദാശ ചെയ്യാൻ കഴിയുന്നതും ആ ഒരു മധ്യസ്ഥതയുടെ അനുഗ്രഹമാണ്. അത് ഈ പ്രദേശത്ത് മുഴുവൻ അനുഗ്രഹകരമായി തീരും. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുമെന്നാണ് എനിക്ക് എൻ്റെ പൂർണ്ണമായ വിശ്വാസവും. സന്ദേഹത്താൽ സാക്ഷാൽ കർത്താവാം ദൈവത്തെ തെളിവായ അറിവിൻ ജ്ഞാനം നേടിയ തോമാശ്ലീഹ സുവിശേഷിപ്പാൻ പല നാടുകളിൽ ചുറ്റി നടന്നാൻ ഒടുവിൽ ദക്ഷിണ ഭാരതമതിലൊരു കലനാൽ ഹാദനായി.
ഞങ്ങൾ മുൻ തലമുറയെന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രായത്തിലും അതിൽ മുമ്പായി ഇരിക്കുന്നവർ ഞങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിന് ഒരു വലിയ ശക്തിയും പ്രവർത്തനങ്ങളും നടത്തുവാൻ ദൈവം ഇടയാക്കുന്നത്. ഇനിയും വരുന്ന തലമുറകളും അത് തന്നെ വളരെ ശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ ദേശത്തിന് വലിയ അനുഗ്രഹങ്ങൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും. 4 തലമുറ വരെ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. തലമുറയായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതിനെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. വട്ടാഴിയിലെ പ്രദേശത്ത് ആദ്യം ഉണ്ടായ ഓർത്തഡോക്സ് സ്ഥാപനമാണ്. ഇന്നും അത് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പേരിൽ എഴുതി കൊടുത്തിരിക്കുകയാണ്. കാതോലിക്ക സിംഹാസനത്തിൻ്റെ വകയായി ഇന്നും നിലകൊള്ളുന്നു. ആരും അവിടെ അവകാശ തർക്കമോ അവകാശമോ കൂടുതൽ പ്രതിപത്തിയോ ഒന്നും തന്നെ ആർക്കും കിട്ടാതിരിക്കത്തക്കവണ്ണം എല്ലാവരും പൊതുവകയായിട്ട് അത് എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറ ഈ പള്ളി വലുതായി കിട്ടിയെങ്കിലും നമ്മുടെ പഴയ സ്ഥാപനം എന്നുള്ള നിലയിൽ ആ ഓർത്തഡോക്സ് ചാപ്പൽ, സെൻറ്റ് തോമസ് ചാപ്പൽ അനുഗ്രഹകരമായ രീതിയിൽ കൊണ്ടുപോവുകയും പെരുന്നാൾ തുടങ്ങിയുള്ള വിശേഷ അവസരങ്ങളിൽ അവിടെ പ്രാർത്ഥനകളും ധൂപപ്രാർത്ഥനകളും വിശുദ്ധ ആരാധനയും ഒക്കെ നടത്തേണ്ടത് നമ്മുടെ കടമയാണ്. ആരും അത് തള്ളിക്കളയാൻ പാടില്ല. പിതാക്കന്മാരെ കുടിച്ചിട്ടിരിക്കുന്ന ദേവാലയത്തിലാണ് ഈ ദേവാലയം വീണ്ടും പണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിതാക്കന്മാരുടെ മക്കളെല്ലാം അവിടെ വന്ന് അതിന് നേർച്ചകൾ അടിക്കുകയും കുർബാന അർപ്പിക്കുകയും ചെയ്താൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറയായി പിൻതലമുറയിലേക്ക് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ അത് നശീകരണമായിരിക്കും. അതുകൊണ്ട് അവരെ ഒരിക്കലും മറക്കാത്തവരാകണം. ദേവാലയത്തിൽ നിന്നും വന്ന് വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്ത് വളരെ ശോഭയുള്ള ഒരു ദേവാലയമായി തന്നെ പ്രവർത്തിക്കുകയും കുടുംബങ്ങൾക്കെല്ലാം ഐശ്വര്യവും സമാധാനവും ലഭിക്കും. യാതൊരു പൈശാചിക ദുഷ്ടഗണവും നമ്മളോട് അടുക്കുകയുമില്ല. അതിനെല്ലാം പ്രതിവിധി ഉണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നടത്തിയ മറ്റു കാര്യങ്ങൾക്ക് ഒരു വിഘ്നവും വരികയില്ല. കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മെത്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്യമായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിരിയൻ ബാവാ തിരുമേനിയുടെ കൽപ്പനയോടുകൂടിയാണ് ഈ പരിശുദ്ധ ദൈവാലയം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. തിരുമേനിക്ക് ശേഷം തിരുമേനിയുടെ പിൻഗാമിയായ അലക്സിയോസ് മാർ തേവദോസ് തിരുമേനിയും മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി, പിന്നീട് പരിശുദ്ധ മാത്യൂസ് തിരിയൻ ബാവ, അഭിവന്ദ്യനായ മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനി, ഈ പിതാക്കന്മാരാണ് ഈ മെത്രാസനത്തെ നയിച്ചിട്ടുള്ളത്. അവരൊക്കെയും ഇവിടെ കുർബാന അർപ്പിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. ബലഹീനനായ നാം കഴിഞ്ഞ വർഷം ഇവിടെ കുർബാന അർപ്പിക്കുകയും ഇവിടെ ഈ പരിശുദ്ധ ദൈവാലയത്തിന് കല്ലിടുകയും ചെയ്തു. 328 ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയായി. അതിനുവേണ്ടി അധ്വാനിച്ച വികാരിയെയും ക്രൈസ്താനിയെയും അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളെയും ഇടവക ജനങ്ങളെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.